ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. നമ്മളെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾ എന്ന് പറയുമ്പം എന്താ പറയുക, ഇപ്പം ഈയിടെയായിട്ട് നമ്മളെ ചാനൽ വീഡിയോസിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ ഡൗൺ ആയിട്ടുണ്ട്. എന്നാലും സ്ഥിരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോടാണ് ഈ താങ്ക്സും നന്ദിയൊക്കെ പറയുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കുക. അപ്പം നോമ്പ് 3-ാമത്തെ ദിവസമായിട്ടുണ്ട് അല്ലേ, തുടങ്ങലും 3 നമ്മൾ തന്നെ അങ്ങനെ പറയില്ല എത്ര പെട്ടെന്നാണ് 3 എന്നല്ലേ. ഇതാന്ന് പറയുമ്പോഴേക്കും അങ്ങനെ നമ്മളെ നോമ്പൊക്കെ കഴിയും. കുറേ കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ പറയില്ലേ തുടങ്ങിയതും തീരലും ഒരുമിച്ചായിനു എന്നുള്ളതില്ലേ. എന്തായാലും അപ്പോൾ ഇന്ന് ഇപ്പോൾ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിന് കേട്ടോ അടുക്കളയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. കുറേ ഫോണും തോണ്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഇരുന്നു. അങ്ങനെ അങ്ങോട്ട് നേരം പോയതാണ് കേട്ടോ. എന്തായാലും ഇന്ന് എന്താ ഇപ്പോൾ ഉണ്ടാക്കണത്, നെയ്ച്ചോറാണ് ഉണ്ടാക്കണം. ഒന്നാമത്തെ ഞാൻ ചോറും കൂടെ ആയതുകൊണ്ട് കടിയല്ലല്ലോ, അപ്പോൾ ചോറും കൂടെ ആയതുകൊണ്ട് പിന്നെ വലിയൊരു തിരക്ക് പിടിക്കാണ്ട് അങ്ങനെ നിന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതാ അടുക്കളയൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ വേഗം എണ്ണക്കടിക്കുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. ഇന്ന് മസാല ബോണ്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അതിലേക്കുള്ള മസാലക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഉള്ളി ചോപ്പറിലിട്ടിട്ട് ഒന്ന് വേഗം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിലാകുമ്പോൾ വേഗം ഇങ്ങോട്ട് ആയി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഒന്ന് ഇട്ടിട്ട് ഒന്ന് വാടി വരാൻ വേഗം ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാസിമോന് ഉറങ്ങി എണീച്ച് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഉച്ചയായപ്പോൾ ഓന് ഉറങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ എണീച്ച് വന്നതാ ഞാനിവിടെ പണിയെടുക്കണം കണ്ടിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. ഓനക്ക് പിന്നെ ഞാനിവിടെ എന്തെങ്കിലും കാട്ടുകയാണെങ്കിൽ ആ മേശൻ്റെ മേലെ ഇരുന്ന് അതങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവൻ അവിടെ അങ്ങനെ ഇരുന്നോളും. ഞാൻ അടുത്തുള്ളതുകൊണ്ട് ഗ്യാസൊക്കെയാണ്, എന്നാലും ഞാൻ ശ്രദ്ധിക്കും. ഞാൻ അടുത്തുള്ളപ്പോൾ തന്നെയാണ് അതിൻ്റെ മേലെ അങ്ങനെ ഇരുത്തലും ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളി അവിടെ വാടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിതാ ഉരുളക്കിഴങ്ങ് ഒന്ന് തോല് കളഞ്ഞെടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ കുറച്ച് നേരത്തെ തന്നെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂട് അങ്ങോട്ട് തണിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ ബോണ്ടേൻ്റെതൊക്കെ നല്ല തണിഞ്ഞാലാണല്ലോ നമുക്കിതൊന്ന് ഉരുളകളാക്കി എടുക്കാനൊക്കെ പറ്റുക. അപ്പോൾ പിന്നെ കുറച്ച് നേരത്തെ അതങ്ങോട്ട് വെച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതാ ഓരോന്നായിട്ട് തോല് കളഞ്ഞെടുക്കുകയാണ്. പിന്നെ ആ ഒരു എന്താ പറയുക, ഒരു നമ്മളെ കുഞ്ചി ഉണ്ടല്ലോ ചതക്കുന്നത്, അതിൻ്റെ ആ ഒരു കുട്ടീൻ്റെ ആ ഒരു കല്ലും കൊണ്ടാണ് കേട്ടോ ഞാനിത് ചതച്ചെടുക്കൽ. അങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിലേക്കുള്ള പൊടികൾ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടില്ലേ ഇനി, അപ്പോൾ മറന്നു പോയിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ കുറച്ച് അതും കൂടെ ഒന്നാണ്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് ഞാൻ അതിലിട്ടിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടായിനി. ഇനിയിപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കയ്യിൽ ഫോണും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടലും എടുക്കലും എല്ലാം കൂടെ പറ്റണില്ല. നിച്ചുമോളും ഇല്ല കേട്ടോ വീഡിയോ എടുത്തരാൻ. നാഫിമോനും ഇല്ല, ഓന് അതിലേക്ക് കളിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതുകൊണ്ട് പിന്നെ അങ്ങനെ ഇടുന്നതും ഇതാക്കുന്നതൊന്നും അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ. അങ്ങനെ എന്തായാലും ഉരുളക്കിഴങ്ങും കൂടെ അതിലിട്ട് കൊടുത്തിട്ട് അതിനുള്ള മസാല റെഡിയാക്കിനി. ഇറച്ചിയോ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിക്കോട്ടെ. പിന്നെ ഞാൻ ഇറച്ചിയൊന്നും ഇട്ടിട്ടില്ല. അത് നല്ല തണിയാൻ വേണ്ടി വെച്ചിട്ട് കേട്ടോ. ഞാൻ തണിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ അത് കുഴക്കാനൊക്കെ നിന്നത്. അപ്പോൾ എളുപ്പം നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കിട്ടും കേട്ടോ. ഇങ്ങനത്തെ കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരത്തെ ഇതിനുള്ള മസാല അങ്ങോട്ട് റെഡിയാക്കിയിട്ട് അവിടെ വെച്ചാൽ നമുക്കല്ല സുഖമായിട്ട് ഉരുളകളൊക്കെ ആക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാനിതാ കുക്കറിൽ ചിക്കൻ കറിക്കുള്ള തക്കാളി, ഉള്ളി, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലേ കറണ്ട് പോയിന് കേട്ടോ. അതാണ് ആ ഒരു ഇരുട് ഇങ്ങോട്ട് വന്നത്. കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അടുക്കളയിൽ തീരെ കണ്ണ് കാണൂല കേട്ടോ, വെളിച്ചം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് ആ ഒരു കറണ്ട് പോകുമ്പോൾ ഒരു കത്തനുണ്ടല്ലോ, ബൾബ് ഉണ്ടല്ലോ, ആ ഒരു ബൾബിൻ്റെ ചെറിയൊരു വെളിച്ചമാണ് ഇപ്പോൾ ഈ ഉള്ളത് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ വന്നിട്ടും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പം നോമ്പായപ്പോൾ കറണ്ടിന് കുറച്ചൊരു കളിപ്പിക്കൽ കൂടിനിയും തോന്നുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോവുക വരിക അങ്ങനത്തെ ഒരു കളിയായിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ ഒന്ന് തടവിയിട്ട് നമ്മൾ പിന്നെ ബോണ്ടക്കുള്ള മസാലകളൊക്കെ ഒന്ന് ഉരുളകളാക്കി അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം 6 മണിയാകുമ്പോഴല്ലാതെ അത് ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ. ഇനി എത്ര നേരം ഉണ്ടെങ്കിലും എണ്ണക്കടി ഞാൻ 6 മണിക്കേ എണ്ണച്ചട്ടി ഞാൻ വെക്കുള്ളൂ കേട്ടോ. അതിനുള്ള സംഭവങ്ങളൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വെക്കും. ചുടൽ പിന്നെ 6 മണിക്കാണ് ഞാൻ ചെയ്യുക. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വേഗം ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയൊക്കെ ചേർത്തിന്
പിന്നെ നമ്മൾ വെന്തിട്ടുള്ള ആ ഒരു കറി മസാല അങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള പൊടികളും ഇതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലായിട്ടുണ്ടായിന് കേട്ടോ. ഒന്ന് കുക്കറിൽ തന്നെ മഞ്ഞ കളർ പിടിച്ചു പോയി. എന്താ പറഞ്ഞാൽ നമ്മൾ പൊടിപ്പിച്ച പൊടി ഉണ്ടായിനല്ലോ, നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയ മഞ്ഞൾപ്പൊടി ഇല്ലേ, ആ പൊടി ഭയങ്കര കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ പൊടി ഇന്നാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കഴുകിയിട്ട് ഞാൻ പുതിയ പൊടി ഇട്ടതായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ സാധാരണ ഇടുന്ന പോലെ അങ്ങോട്ട് ഇട്ടു നോക്കുമ്പോൾ ഭയങ്കര കളറായിരുന്നു. അങ്ങനെ എന്തായാലും ചിക്കൻ കറിയിലേക്കുള്ള പൊടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഒക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കൻ ഞാനൊന്ന് പൊരിക്കാനും പരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ റെഡി ആയിന്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മളെ മസാല ബോണ്ട മുക്കി പൊരിക്കാനുള്ള അതിനേക്കുള്ളൊരു മാവ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് മൈദപ്പൊടിയും പിന്നെ കുറച്ച് പത്തിരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയൊക്കെയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അധികം ലൂസും അല്ല അധികം കട്ടിയും അല്ലാത്ത രീതിയിൽ നമുക്കിങ്ങനെ മുക്കി പൊരിക്കാനുള്ള ആ ഒരു പാകം ഉണ്ടാവില്ലേ, ആ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതും അവിടെ മാറ്റി വെക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ചുടാമെന്ന് വിചാരിച്ചിട്ടാണ്. നാസിമോനുണ്ട് എൻ്റെ അടുത്തേ, ഓനിക്ക് ചെറുതായിട്ടൊരു ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോഴും എൻ്റെ അടുത്ത് അങ്ങനെ ചുറ്റിപ്പറ്റി വിളിച്ചങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ നമുക്ക് രാത്രി വൈകുന്നേരം ഒന്നും വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും ഉച്ച കഴിഞ്ഞിട്ട് നടക്കൂല. ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങണത് കൊണ്ടേ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു എന്നിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഞാൻ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യൽ കേട്ടോ. അപ്പോൾ നമ്മൾ അതിനേക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരിത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഉറ്റിച്ചിട്ട് കറിയും അവിടെ ഓഫാക്കി വെച്ചിനി കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിരുന്നു. സാധാരണ പത്തിരിയോ നൂൽപുട്ടോ അങ്ങനത്തെ കടിയൊന്നും ഉണ്ടാക്കണില്ല, നെയ്ച്ചോറാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുക്കറിൽ അങ്ങോട്ട് വറ്റിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പൊൽച്ചക്കത്തേക്ക് കുറച്ച് ചപ്പുണ്ടായിന്, ചീര കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ ഇക്ക കൊണ്ടുവന്നതാണ് കേട്ടോ ഇന്നലെ. അപ്പോൾ ഞാൻ അന്നത്തെ ചീര നമ്മൾ ഉപ്പേരി വെച്ചതിൻ്റെ ബാക്കി കുറച്ച് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വെറുതെ നിൽക്കുന്ന ആ ഒരു സമയത്ത് അതങ്ങോട്ട് അരിഞ്ഞ് വെച്ചാൽ അതും അങ്ങോട്ട് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതും അരിഞ്ഞവിടെ ഒന്ന് കഴുകി ഒന്ന് വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേക്കുതാ സമയം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ എണ്ണക്കടി ചുടുകയാണ്. പിന്നെ അതിൽ മാവിൽ അങ്ങോട്ട് മുക്കിയിട്ട് ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, എത്ര കുറച്ചുണ്ടാക്കിയാലും ഇത് നമ്മൾ ചുട്ട് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ തികയോ അല്ലെങ്കിലൊക്കെ തോന്നൂലേ. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ആയാലും ബാക്കിയാവും കേട്ടോ. കാര്യം പിന്നെ മക്കളുള്ളതുകൊണ്ട് ഒരു പിറ്റേന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് തിന്ന് തീർക്കുക എന്നല്ലാണ്ട് നോമ്പ് തുറക്കണ നേരത്ത് കുറച്ച് വെള്ളമോ എന്തെങ്കിലും 2-3 കടി തിന്നാൽ നമുക്കത് മതി. പിന്നെ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാവുമല്ലോ. എല്ലാം പാടെ എപ്പോൾ ഞാൻ വിചാരിക്കും നാളെ ഇത്ര ഉണ്ടാക്കണ്ട, കുറച്ച് ഉണ്ടാക്കിയാൽ മതി. പക്ഷെ എത്ര കുറച്ചുണ്ടാക്കിയാലും എന്താ പറയുക, എങ്ങനെയായാലും അത് കുറേ ആയിപ്പോവും കേട്ടോ. അപ്പോൾ ഞാനിതാ ഫസ്റ്റത്തേത് ഇട്ടാണ്. ഇതിപ്പോൾ ചട്ടി ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് വേണം ഇത് തിരിച്ചിടാൻ. അപ്പോൾ കയ്യിൽ ഫോണായതുകൊണ്ട് പിന്നെ ഞാനത് അവിടെ വെച്ചു തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം കൂടെ ഒന്ന് ഇതായാൽ പിന്നെ മറിച്ച് നമുക്ക് അതും കൂടെ നട്ട് കോരി എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് നല്ലോണം ഒന്ന് മുരിയിപ്പിച്ച പോലെ ആക്കിയെടുക്കും കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ബോണ്ടയൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നുക. പിന്നെ പത്തിരിപ്പൊടി ഇട്ടതുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നല്ലൊരു ഇതുണ്ടാവും കേട്ടോ കഴിക്കാൻ. ചിലപ്പോൾ എല്ലാവരും ഉണ്ടാക്കണതൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് വിവരിക്കണ്ടേ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അതാ ഫസ്റ്റത്തെ ചുട്ടുകൊണ്ട് ബാക്കി ഞാൻ അപ്പുറത്തുനിന്ന് ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസ് അടിക്കണ പരിപാടി ഇക്കാക്കാണ്. എല്ലാം കൂടെ ഇപ്പോൾ എനിക്ക് ആവില്ലല്ലോ. അപ്പോൾ ജ്യൂസ് നിങ്ങൾ അടിക്കുക എന്ന് പറഞ്ഞപ്പം ഇക്ക ജ്യൂസ് അടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നോമ്പിനൊക്കെ ഇക്ക ഉണ്ടെങ്കിൽ ജ്യൂസ് ഇക്കയോ അല്ലെങ്കിൽ നിച്ചുമോളുണ്ടെങ്കിൽ ഓരന്നെയാണ് കേട്ടോ അടിക്കൽ. അപ്പോൾ ഇന്ന് അനാറാണ് അടിക്കണത്. അപ്പോൾ അനാറ് ഇക്ക അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എണ്ണക്കടി ചുടൽ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഉപ്പേരി അങ്ങോട്ട് ആക്കി വെക്കാം, പൊളിച്ചൊക്കെ ഒന്ന് എണീച്ച് ചൂടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിയും പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ പാടിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുത്ത് നമ്മളെ ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ കുറച്ച് തേങ്ങയും കൂടെ ഒതുക്കി ഇടണം. അപ്പോൾ ഇക്ക ജ്യൂസ് അടിച്ച് കഴിഞ്ഞാണ്. അതിൻ്റെ ഒരു കോലാണ് ഇവിടെ കാണുന്നത് കേട്ടോ. എനിക്ക് ഇങ്ങനെ അടുക്കള പെരങ്ങണ കാണുമ്പോൾ വല്ലാത്ത ഇടങ്ങാറാണ് കേട്ടോ. അങ്ങനെ ജ്യൂസ് അടിക്കലും എണ്ണക്കടിയും എല്ലാം ആയിട്ടുണ്ട്. എൻ്റെ കുട്ടി ഇതാട്ടോ നമ്മൾ പറയാണ്ട് തന്നെ ബാങ്ക് കൊടുക്കാനുള്ള സമയമായപ്പോൾ വേഗം ക്ലാസ്സും എല്ലാം മേശമേൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ. നിച്ചുമോളില്ലെന്ന്, നിച്ചുമോൾ പെങ്ങളെടുത്ത് പോയതാണ്. ഞങ്ങൾ 4 ആൾ തന്നെയാണ് കേട്ടോ ഉള്ളത്. നാഫിമോന് പള്ളിയിലും പോയിട്ടുണ്ട്. അപ്പോൾ അതാ ഉപ്പേരി ഏകദേശം വാടിയപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടി അങ്ങോട്ട് ഇട്ട് കൊടുത്താണ്. പിന്നെ എന്താ പറയുക, ഒതുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. കുറച്ച് അങ്ങോട്ട് ചിരണ്ടി അങ്ങനെ ഇട്ട് കൊടുത്ത് ഉപ്പേരിയും അങ്ങോട്ട് ആക്കിയിരിക്കണ്. പിന്നെ അതാ എല്ലാം മേശമ്മ കൊണ്ടുവച്ചിട്ടുണ്ട്. വത്തക്ക ഉണ്ടായിന്, അപ്പോൾ അതും ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. ഒന്ന് പിന്നെ കട്ടൻ ചായ ഞാൻ വെക്കാനുള്ളൊരു നേരം കിട്ടിയില്ല കേട്ടോ എനിക്ക്.
അപ്പോഴത്തേക്കും എല്ലാം ഒന്ന് സെറ്റാക്കി ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം ഇക്കാക്ക് പച്ചവെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഇക്ക വെള്ളം എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇന്ന് ചായ കുടിക്കാനായിട്ട് എന്തോ ഒരു ഇടങ്ങാറായിന് കേട്ടോ. ഇന്നൊക്കെ ഉച്ച കഴിഞ്ഞേരം കുറച്ചൊരു ക്ഷീണവും ഒരു ക്ഷീണവും കുഴക്കമൊക്കെ ഉണ്ടായിന് കേട്ടോ. രാവിലെ ഒന്നും കുഴപ്പമില്ല, ഉച്ച കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇന്ന് 2 ദിവസം ഒന്നും കുഴപ്പമില്ലായിന് കേട്ടോ. ഇന്ന് എന്തോ ഒരു ചെറിയൊരു ക്ഷീണവും ഇതൊക്കെ ഉണ്ടായിന് കേട്ടോ. എനിക്ക് നാഫിമോനും പള്ളിയിൽ പോയതാണ്, നിച്ചോളൊക്കെ എല്ലായിട്ട് എന്തോ ഒരു ജാതി കേട്ടോ. മക്കളെല്ലാവരും വേണം നമ്മൾ ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിക്കുമ്പോഴേ. അങ്ങനെ ഇതാ നോമ്പൊക്കെ തുറക്കുകയാണ്, ബാങ്ക് കൊടുത്ത് നമ്മളെല്ലാവരും നോമ്പൊക്കെ തുറന്നു. പിന്നെ ഞാൻ വേഗം അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി പാത്രങ്ങളൊന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. എനിക്ക് ഇന്നാലേ ഒരു സമാധാനമാവുള്ളൂ കേട്ടോ. എനിക്ക് നോമ്പ് തുറക്കണേൻ്റെ മുന്നേ അടുക്കള വൃത്തിയാക്കി അതുവരെയുള്ള പെരങ്ങിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചാലാണ് ഒരു സമാധാനമാവുക. പക്ഷെ ഇന്നൊന്നും അടുക്കള വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. കഴുകാളൊക്കെ ഞാൻ സിങ്കിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴുകാനുള്ളൊരു സമയം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നത്തെ ജ്യൂസ് അടിച്ചതും അതും ഇതൊക്കെ ആയിട്ടും പിന്നെ നമ്മൾ നോമ്പ് തുറക്കുമ്പോഴുള്ള പാത്രങ്ങളും അതും ഇതൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ എല്ലാം ഒന്ന് കഴുകി അടുക്കള രണ്ടും ഒന്ന് വൃത്തിയാക്കിയിട്ടു. പിന്നെ വേഗം പോയിട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നതിൻ്റെ ശേഷമാണ് ഞാനിപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒന്ന് ചോറായതുകൊണ്ട് വലിയ പണിയൊന്നുമില്ലല്ലോ, കുക്കറിൽ പെട്ടെന്ന് അങ്ങോട്ട് ആവുമല്ലോ. എനിക്ക് ഈ കടി 2 ദിവസം തിന്നപ്പോഴത്തേക്കും എനിക്ക് മടുത്തുകയാണ് കേട്ടോ. എനിക്ക് ചോറ് തിന്നാനാണ് തോന്നുന്നത് രാത്രി. സാധാരണ ചോറ് അങ്ങോട്ട് ആക്കിയാൽ മതി, കാരണം തറാവിയൊക്കെ കഴിഞ്ഞ് ഇവർ പള്ളിയിൽ നിന്ന് വന്നതിൻ്റെ ശേഷം 10 മണിയെങ്കിലും ആവും കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ, പള്ളിയിൽ നിന്നൊക്കെ കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചോറ് തിന്നണ നേരം തന്നെയാണ്. പക്ഷേ പിന്നെ നോമ്പല്ലേ എന്നുള്ള ഒരു നോമ്പിനിപ്പോൾ അതൊരു ശീലമായിണല്ലോ, ആ ഒരു കടിയോ എന്തെങ്കിലുമൊക്കെ ആക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്. എനിക്കിന്ന് നെയ്ച്ചോറൊക്കെ തിന്നപ്പാണ് കേട്ടോ ഒരു സുഖം തോന്നിയിട്ടുണ്ടായിന് കേട്ടോ. കടി തിന്നുന്നതിനെക്കാട്ടി എന്തോ ഒരു ചോറായപ്പോൾ എനിക്കൊരു ഇഷ്ടം അങ്ങനെ തോന്നി. അപ്പോൾ ഞാനിതാ കുക്കറിലാക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ളതൊക്കെ ഒന്ന് എളുപ്പത്തിൽ അങ്ങോട്ട് ആവുമല്ലോ. പിന്നെ ചിക്കൻ പൊരിക്കാനുണ്ട് കുറച്ച്, അത് പിന്നെ ഇക്കൊക്കെ പള്ളി കഴിഞ്ഞ് വന്ന് നമ്മൾ തിന്നാനിരിക്കണതിൻ്റെ ആ ഒരു മുന്നേ അങ്ങോട്ട് ചൂടോടെ അങ്ങോട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് ആക്കി വെക്കുകയാണ്. ഇപ്പോൾ ഇതാ കുക്കറിൽ തന്നെയാണ് ആക്കണത്. പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അതേപോലെ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ഓൾ എന്ന ഓപ്ഷനൊക്കെ ഞെക്കി കൊടുത്താലാണ് നമ്മൾ പിന്നെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. മറക്കാണ്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഇതാ ഇവരൊക്കെ വന്നതിൻ്റെ ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ നോമ്പിൻ്റെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.